ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് കളർ മങ്ങിയായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ച സമയത്ത് ഇരുന്നതുപോലെ വെട്ടിത്തിളങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് ആകെ അഴുക്കൊക്കെ ആയി കണ്ടാൽ സ്വർണം തന്നെ ആണോ എന്ന് പോലും ചിലപ്പോൾ ഡൗട്ട് തോന്നൂലേ. ഇത് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളായി ഷെയർ ചെയ്യുന്നത്. ഒരു ജ്വല്ലറിയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. നല്ല റിസൾട്ട് എനിക്ക് തന്നൊരു ടിപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓർണമെൻറ്റ്സ് ആണ് ക്ലീൻ ആക്കേണ്ടത് അതൊക്കെ എടുക്കുക. എന്നിട്ട് പഴയ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരു ഷാമ്പു എടുക്കുക. അളവ് പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഷാമ്പു എടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്കായി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് പതപ്പിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. ഈ ടൈമിൽ ഈ മിക്സിലേക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണോ നമുക്ക് അഴുക്കെല്ലാം പോയി ക്ലീൻ ആകേണ്ടത് ആ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗത്തെ വരെ ചെളി പോകാൻ ഹെൽപ്പ് ചെയ്യും. ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏതെല്ലാം ഗോൾഡ് ഇട്ട് കൊടുത്തു എന്ന് നല്ല ഓർമ്മ വേണം. കാരണം ഇത് മഞ്ഞൾപ്പൊടിയുടെ വെള്ളമാണ്. ഫുൾ പതഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മിക്സായി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ എന്തൊക്കെ ഇട്ടു എന്നതിനെപ്പറ്റി നല്ല ധാരണ വേണം. അതുകൊണ്ട് നമ്മൾ തിരക്കൊന്നുമില്ലാതെ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. പിന്നെ കമൻറ്റ് ബോക്സിൽ കുറ്റം പറയാൻ വരുന്നവരോട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രം പറയുക. കാരണം എനിക്ക് പരീക്ഷിച്ച് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 5-8 മിനിറ്റ് ഇതിലിട്ട് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടൊക്കെ മാറി കംപ്ലീറ്റ് തണുക്കുന്നത് വരെ ഈ ലിക്വിഡിൽ തന്നെ ഗോൾഡ് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ചൂടാറ് കഴിഞ്ഞ് ഈ ഗോൾഡ് എടുത്ത് ജസ്റ്റ് ഒരു ടൂത്ത് ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നോർമൽ ആദ്യം തന്നെ ബ്രഷ് വെച്ച് ഷാമ്പൂവിലിട്ട് കഴുകിയാൽ പോരെ എന്ന്. പക്ഷേ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യെല്ലോ കളർ നല്ല രീതിയിൽ ഗ്ലേസിങ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ഉള്ള അഴുക്ക് പെട്ടെന്ന് പോയി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ വെള്ളം ആറിക്കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത്രത്തോളം കറുപ്പ് കളർ ആ വെള്ളത്തിൽ ഉണ്ടെന്ന് ഉള്ളത്. നമുക്ക് അത് വിസിബിൾ ആകുന്നുണ്ടാകും. ഇനി നിങ്ങൾക്ക് ഈ ടിപ്പ് പരീക്ഷിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ചെയ്യേണ്ടതില്ല കേട്ടോ. എന്നിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് ഓർണമെൻറ്റ്സ് ഒന്ന് ഉരച്ച് കൊടുക്കുക. ശേഷം ഒരു 3-4 വാഷിന് ശേഷം പച്ചവെള്ളത്തിൽ ഇടുമ്പോഴും മഞ്ഞ കളർ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എടുത്തു നോക്കൂ. നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.